ഹലോ. ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ വെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. പല നിറങ്ങളിൽ ഉണക്കമുന്തിരി കാണപ്പെടാറുണ്ട്. എങ്കിലും കറുത്ത ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് ഇവയുടെ ഗുണങ്ങളെ കൂട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിനായി നമുക്ക് നല്ല വൃത്തിയായി കഴുകിയെടുത്ത ഉണക്കമുന്തിരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുതിരാനായി എടുക്കേണ്ടത്. വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റുമടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി. അയൺ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പ്രധാനപ്പെട്ട ധാതുക്കളെല്ലാം ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. രാത്രിയിലാണ് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചത്. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. വെള്ളമെല്ലാം ആ ഉണക്കമുന്തിരിയിലേക്ക് പിടിച്ച് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് തണുത്ത വെള്ളമോ പഞ്ചസാരയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വിളർച്ച മാറുന്നതിനും ക്ഷീണം മാറുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഉണക്കമുന്തിരി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത്. അതും വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇത് അടിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ എല്ലുകളുടെയും ചർമ്മത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് കറുത്ത ഉണക്കമുന്തിരി. ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കണ്ട, ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് വെറും വയറ്റിൽ തന്നെ ഇത് കഴിക്കാം. വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഉണക്കമുന്തിരിയുടെ ജ്യൂസ് തയ്യാറാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചെറിയ രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തേക്കണേ. ഉണക്കമുന്തിരി ജ്യൂസ് തയ്യാറാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ആ കൊന്തുണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞിട്ടില്ല. അരിച്ചെടുത്ത കൊന്ത് നമുക്ക് എന്ത് ചെയ്തെന്ന് നോക്കാം. ഇത് ഞാനൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്തു. നല്ല രീതിയിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കൊന്തിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു ഗ്ലോ ലഭിക്കുന്നതിന് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. Thank you.